മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടി. അപ്പോൾ ടർബോൻ്റെ ഓയിൽ ലീക്ക് കാരണം കണ്ട മാനിഫോൾഡിലൊക്കെ ഫുള്ള് ലീക്ക് കേട്ടോ. ഫുള്ള് മാനിഫോൾഡ് ഇതിൻ്റെ ടർബോ ഒക്കെ ലീക്കായിട്ടുണ്ട്. ടർബോ എയർ കൂളറിൽ ലീക്ക് കണ്ട ഫുൾ ലീക്ക്. ഇൻ്റർ കൂളറിൻ്റെ പൈപ്പൊക്കെ ലീക്കാകുന്നുണ്ട്. അപ്പോൾ മാനിഫോൾഡ് ടർബോ റീപ്ലേസ് ചെയ്യുക. ടർബോ റിപ്പയർ ഓർ റീപ്ലേസ് ആണ് ഓപ്ഷൻ. നമ്മൾ വണ്ടി ടർബോ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത. ഇൻ്റർ കൂളറിൽ നിന്ന് വരുന്ന മാനിഫോൾഡിലേക്ക് പോകുന്ന ഹോസിലെ കണ്ട ഫുള്ള് ലീക്കാണ്. എഞ്ചിൻ അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ടർബോ റീപ്ലേസ് ചെയ്യാനുണ്ട്. ടർബോ ഓയിൽ ലീക്കാണ്, അത് റിപ്പയർ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അതുപോലെ EGR വാൾ വയ്ക്കണം. അതുപോലെ മാനിഫോൾഡ് ക്ലീൻ ചെയ്യാനുണ്ട്. EGR വാൾ ഇതാ ഈ പൊസിഷനിലാണ്, പുറകിലാണ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ അയച്ചിട്ടാണ് കൂടുതൽ സൗകര്യം ചെയ്യുക. അതുപോലെ മാനിഫോൾഡ് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഓയിൽ സെപ്പറേറ്റർ ഇതൊക്കെ ലീക്ക് ഉണ്ട്. അതിൻ്റെ പൈപ്പൊക്കെ ലീക്കാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റാനുണ്ട്. അതുപോലെ EGRൻ്റെ വളവിൻ്റെ ഭാഗത്ത് ലീക്ക് വരും, ബ്ലോക്ക് ഉണ്ടാവും.